വെറും 6 മാസം കൊണ്ട് ഡിഗ്രി സർട്ടിഫിക്കറ്റ് എന്നൊക്കെ കേട്ട് ഒരു അംഗീകാരവും ലഭിക്കാത്ത സർട്ടിഫിക്കറ്റ് ഒക്കെ വാങ്ങുന്നതിന് മുൻപ് നിങ്ങൾ ഇതൊന്ന് ശ്രദ്ധിക്കുക. കാരണം നിങ്ങൾ വാങ്ങിക്കുന്ന സർട്ടിഫിക്കറ്റ് വെറും ഒരു കടലാസ് കഷ്ണം മാത്രമായി പോകരുത്. PSC UGC അംഗീകാരത്തോടു കൂടി ഒരു കേന്ദ്ര ഗവൺമെന്റ് ഡിഗ്രിയാണ് നമ്മൾ നേടിയെടുക്കേണ്ടത്. ഏറ്റവും ലളിതമായ പഠന രീതിയിലൂടെ പ്രായപരിധിയില്ലാതെ കേരളത്തിൽ എവിടെയിരുന്നും പരീക്ഷ എഴുതി BA, BCom, DBA, BSW എന്ന കോഴ്സുകളുടെ ഡിഗ്രി സർട്ടിഫിക്കറ്റ് കരസ്ഥമാക്കാം ബാസ് സ്റ്റഡി സെന്ററിലൂടെ. ജോയിൻ നൗ. ഹായ് എവരിവൺ, ബാസ് ഡിസ്റ്റൻസ് ഡിഗ്രിയുടെ മറ്റൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ ഇൻടേക്ക് 6 ജൂലൈ 2025 ബാച്ചിന്റെ രജിസ്ട്രേഷൻ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പം ഏതൊക്കെ ദിവസം വരെയാണ് നമുക്ക് രജിസ്ട്രേഷൻ ചെയ്യാൻ പറ്റുന്നത്, അതെങ്ങനെയാണ് രജിസ്ട്രേഷൻ ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലോട്ട് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഡീറ്റെയിൽ വീഡിയോയിലോട്ട് പോവാം. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലേക്ക് അഡ്മിഷൻ എടുക്കാൻ താല്പര്യപ്പെടുന്ന വിദ്യാർത്ഥികളാണ് നിങ്ങളെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അപ്പൊ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ ഇൻടേക്ക് 6 ബാച്ചിന്റെ, അതായത് ജൂലൈ 2025 ബാച്ചിന്റെ രജിസ്ട്രേഷൻ ആണ് എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുന്നത്. 27/6/2026 വരെ നമുക്ക് രജിസ്ട്രേഷൻ ചെയ്യാവുന്നതാണ്. ഫൈനോടുകൂടി നമുക്ക് 29/6/2026 വരെയും നമുക്ക് ഈ ഒരു ഫൈനോട് കൂടിയുള്ള രജിസ്ട്രേഷൻ ആണ് വരുന്നത്. അപ്പം ആരും തന്നെ ഒരു ഫൈൻ അടയ്ക്കുന്ന രീതിയിലേക്ക് രജിസ്ട്രേഷൻ ചെയ്യാതിരിക്കുക. മാക്സിമം 27-ാം തീയതിക്കുള്ളിലായിട്ട് തന്നെ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യുക. അതുപോലെ തന്നെ എക്സാം ഡേറ്റും എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ എക്സാം ഡേറ്റിന്റെ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ അടുത്ത വീഡിയോയിൽ പറയുന്നതാണ്. അതുപോലെ തന്നെ നമുക്കിപ്പോൾ രജിസ്ട്രേഷൻ ഇനിയും ആരെങ്കിലും കംപ്ലീറ്റ് ചെയ്യാനുള്ള സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ നിർബന്ധമായിട്ടും കംപ്ലീറ്റ് ചെയ്യുക. രജിസ്ട്രേഷൻ ഒരുപാട് ഡിലേ ആവരുത്. കാരണം എക്സാം രജിസ്ട്രേഷൻ കൃത്യമായി ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് എക്സാം എഴുതാൻ വേണ്ടി സാധിക്കുള്ളൂ. അപ്പൊ നമ്മൾ ഇവിടെ പഠിക്കുന്ന സ്റ്റുഡൻസ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു കാരണവശാലും ടെൻഷൻ ആവേണ്ടതില്ല. കാരണം നിങ്ങളുടെ കംപ്ലീറ്റ് ഈ സർവീസും ഇവിടുന്ന് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. ഇനി അതല്ല പുറത്തുനിന്നുള്ള സ്റ്റുഡൻസ് ആണെന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. രജിസ്ട്രേഷൻ ഒക്കെ കൃത്യമായിട്ട് തന്നെ ചെയ്തു പോവുക. 27-ാം തീയതിക്ക് മുൻപായിട്ട് തന്നെ ഇനി ആരെങ്കിലും പെൻഡിങ് രജിസ്ട്രേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ, ഇനി ആരെങ്കിലും രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യാനുള്ള സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്യാം. അപ്പൊ ഈ ഒരു വീഡിയോയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമന്റ് ചെയ്യാവുന്നതാണ്. ഇതുപോലുള്ള മറ്റൊരു യൂസ്ഫുൾ വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്